Hey, hello YouTube. Welcome to my new YouTube channel, Being Filtered. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SIP യെ കുറിച്ചാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ പല കസ്റ്റമേഴ്സിനോടും SIP യെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് അറിയില്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ SIP പോലൊരു നല്ല ടോപ്പിക്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക് സെലക്ട് ചെയ്യാൻ കാരണം. സോ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ്. SIP യിലൂടെ നിങ്ങൾക്ക് ചെറിയ തുകകളായ 1000, 2000, 3000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിൻ്റെ ഒരു ഭാഗം മന്ത്ലിയോ വീക്ക്ലിയോ അല്ലെങ്കിൽ ഡെയിലിയോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുള്ളൊരു ഡൗട്ടായിരിക്കും, നിങ്ങൾ എന്തിനാണ് SIP ചേരുന്നത്, പകരം RD ചേർന്നാൽ പോരെ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുകളിൽ നേരിട്ട് പോയി തിരക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ത്യയിലെ ബാങ്കുകൾ നമുക്ക് RDയിൽ തരുന്ന റിട്ടേൺസ് ഭയങ്കര കുറവാണ്. അതേസമയം SIP യിലൂടെ, മ്യൂച്വൽ ഫണ്ട്സിൽ SIP ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 15% വരെയൊക്കെ റിട്ടേൺസ് തരുന്ന നല്ല നല്ല സ്കീമുകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്കിപ്പോൾ 25 വയസ്സാണെന്ന് വെക്കുക. നിങ്ങളുടെ സാലറി 25,000 രൂപയാണെന്ന് വെക്കുക. ആ 25,000 രൂപ സാലറിയിൽ നിന്നും നിങ്ങൾ 3,000 രൂപ വീതം എല്ലാ മാസവും അടുത്ത 30 വർഷത്തേക്ക് 13% റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക എന്ന് പറയുന്നത് 10,80,000 അടുത്തായിരിക്കും. നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 1,02,00,000 അടുത്തുമായിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എന്തുവാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് നിങ്ങൾക്ക് 55-ാം വയസ്സിൽ 1 കോടി രൂപയെന്ന്. ഇറ്റ്സ് യുവർ ബ്ലഡി ലൈഫ്. ഇൻവെസ്റ്റ് റൈറ്റ്.